വെൽക്കം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ മീഠാ പൊറാട്ട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ആലു കാ പൊറാട്ട, ഗോബി കാ പൊറാട്ട, മൂളി കാ പൊറാട്ട, അങ്ങനെ പലതരം പൊറാട്ടകളുണ്ടല്ലോ. സാധാരണ റൊട്ടിക്കാട്ട കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴയ്ക്കണം. ഗോതമ്പ് പൊടി മാത്രം മതി, മൈദയും സൂചിയൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. നല്ല ഗോതമ്പ് പൊടി വൃത്തിയായിട്ട് നല്ല മയപ്പെടുത്തി കുഴച്ച് വെക്കണം. എന്നിട്ട് ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ ഒരു ബോൾ മാവെടുത്ത് ഇതുപോലെ പരത്തണം. കാണുന്നത് പോലെ പരത്തണം. അതിന് നീളത്തിലായിട്ട് ശകലം നീട്ടിപ്പരത്താം. നീട്ടിപ്പരത്തിയതിന് ശേഷം നമുക്കതിലേക്ക് നല്ലപോലെ നെയ്യോ എണ്ണയോ തൂത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഫില്ലിങ്ങായിട്ട് വെക്കുന്നത് പഞ്ചസാരയാണ്. നല്ലപോലെ നെയ്യ് തൂത്ത് കൊടുത്ത ശേഷം പഞ്ചസാരയും കൂടെ വെച്ച് കൊടുക്കണം. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേരും തന്നെയല്ല, കൂട്ടാനൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇടയൊതുക്കി മൂന്നായിട്ട് വട്ടത്തിൽ തന്നെ ഫോൾഡ് ചെയ്തെടുത്ത് പരത്തുക. ഇതുപോലെ പരത്തിയാൽ മതി. ഒരെണ്ണം കൂടി ഞാൻ പരത്തി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ തന്നെ പരത്തണം എന്നില്ല, ട്രയാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ ആയിട്ടും വേണമെങ്കിൽ പരത്താം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പരത്തുന്നത്. പിന്നെയും നെയ്യ് തൂത്ത് കൊടുക്കുക. പരത്തിയിട്ട് നല്ലവണ്ണം നെയ്യ് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി 3 സ്ഥലത്തും നല്ല രീതിയിൽ പഞ്ചസാര തൂക്കണം. പഞ്ചസാര തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ശകലം ആട്ടാപ്പൊടിയോ മൈദാപ്പൊടിയോ ഒന്ന് തൂകിയിട്ട് ചുറ്റി അടച്ച് വട്ടത്തിലാക്കി സാവകാശം പരത്തിയെടുക്കണം. ഒരുപാട് അമർത്തി പരത്തരുത്, പഞ്ചസാര അങ്ങ് തെളിയുന്ന പോലെ പരത്തരുത്. ബലം കൊടുക്കാതെ വട്ടത്തിൽ നല്ല രീതിയിൽ പരത്തിയെടുക്കണം. നല്ല പശുനെയ്യ് ചേർക്കുന്നുണ്ട്. നല്ല സ്വാദും മണവും ഒക്കെയാണ്. ചപ്പാത്തി മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ ഇത് പരത്തിട്ട് നമുക്ക് ഒഴിച്ചുവിടാം. ചെറിയ തീയിൽ 30 സെക്കൻഡ് 2 സൈഡും മൂപ്പിച്ചെടുക്കണം. ഒരു സൈഡ് 30 സെക്കൻഡോളം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടണം. എന്നിട്ട് സാവകാശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക, തൂത്ത് കൊടുക്കുകയും വേണം. ഒരുപാട് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ തൂത്ത് കൊടുത്താൽ മതി, ഒഴിക്കണ്ട. വെന്ത് വരുംതോറും പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു കാരമലൈസ് ആവാൻ തുടങ്ങുന്നതുകൊണ്ട് കരിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നല്ലപോലെ പുക വരും. ചെറിയ തീയിൽ സാവകാശം ചപ്പാത്തി ചുട്ടെടുക്കുക. ലെയറായിട്ട് നമുക്കിത് ഇളകി കിട്ടും. നല്ല മണം വരുന്നുണ്ട്. ചുമ്മാതെ കഴിക്കാൻ നല്ല സ്വാദാണ്. ചെറിയ ചൂടോട് ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ അടുത്തതോടെ ചുട്ടെടുക്കട്ടെ. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരല്ല വലിയ കുട്ടികളായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ലെയർ പോലെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ 2 ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ചായയും കൂടെ ഒന്ന് ഒഴിച്ചെടുത്തോട്ടെ. അപ്പോൾ ചപ്പാത്തി റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.